കോൺജറിങ് മൂവി ഫ്രാഞ്ചൈസിയിലെ ലാസ്റ്റ് മൂവിയാണ് ഇത്, കോൺജറിങ് ലാസ്റ്റ് റൈറ്റ്സ്. ഈ ഒരു മൂവി ഞാൻ കണ്ടത് ഐമാക്സിലാണ്. ആ ഒരു ഐമാക്സ് എക്സ്പീരിയൻസ് പിന്നീട് പറയാം. ഫസ്റ്റ് മൂവിനെ കുറിച്ച് പറയാം. നല്ല സൂപ്പർ മൂവി, ഒന്നും പറയാനില്ല. കിഡില മൂവി എന്നൊക്കെ പറഞ്ഞാൽ കിഡില മൂവി. ഒരു ഫ്രാഞ്ചൈസി ഇങ്ങനെ എൻഡ് ചെയ്യണമെങ്കിൽ, അതായത് ഫാൻസ് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും, അപ്പോൾ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഇങ്ങനെയാണ് സിനിമ എൻഡ് ചെയ്തത്, വൺ ഓഫ് ദ ബെസ്റ്റ്. എടാ, ഹൊറർ മൂവി അടുത്ത പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ സീനും നമ്മളെ പേടിപ്പിച്ച് ഇല്ലാണ്ടാക്കും. ഞാൻ ഈ സിനിമ കണ്ട് രാത്രി വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുട്ടൊക്കെ കണ്ടിട്ട് കണ്ണാടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയാണ്. മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് പേടിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ എൻറ്റയർ ടീം ഓഫ് കോൺജറിങ് ലാസ്റ്റ് റൈറ്റ്സ്. കാരണം അമ്മാതിരി ഒരു കിടിലൻ മൂവി സമ്മാനിച്ചതിന് ഒന്നും പറയാനില്ല എനിക്ക്. എടാ, ലേശം ഉളുപ്പ്, ലേശം കുറച്ചെങ്കിലും, അതായത് ഇത്രയും ഒരു കിടിലൻ ഫ്രാഞ്ചൈസിയുടെ ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറക്കുമ്പോൾ കാണുന്ന ഫാൻസിനെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ സിനിമ സമ്മാനിക്കായിരുന്നു. ശരി, ഫാൻസ് വിട്, ഒരു നോർമലായിട്ട് ഒരുത്ത വന്നൊരു ഹൊറർ മൂവി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇരിക്കുന്നതിനെങ്കിലും എന്തെങ്കിലും വേണ്ടേ? ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഞാൻ ഈ അങ്ങോട്ട് പറയുന്നത്, ഓക്കെ? അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടതിൽ വെച്ച് കോൺജറിങ് മൂവി ഫ്രാഞ്ചൈസിലെ ഏറ്റവും പോസ്റ്റ് മൂവിയാണ് കോൺജറിങ് ലാസ്റ്റ് റൈറ്റ്സ്. കാരണം ഈ സിനിമയിൽ ഒന്നുമില്ല, ഒരു പക്ക സീരിയൽ പോലെയാണ് എനിക്ക് ഫീൽ ആയത്. ലാസ്റ്റ് മൂവിയാണ്, അതിനെ ചെയ്തു വെച്ചിരിക്കുന്ന അച്ഛൻ, അമ്മ, മോളുടെ ഭർത്താവ്, കുടുംബം, കുട്ടികൾ, പിന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻ, പിന്നെ അവരുടെ അമ്മൂമ്മയും അപ്പൂപ്പനും, പിന്നീട് എൻ്റെ മോനെ ഇത് എങ്ങോട്ടാടാ പോകണം, ഇതിൻ്റെ അടുത്തൊരു പ്രേതം അല്ലെങ്കിൽ ആ ഒരു ഹൊറർ എലമെന്റ് ഉണ്ട്, അത് മറന്നു എന്ന് തോന്നുന്നു നിങ്ങൾ. ഞാനിപ്പോൾ ഹൊറർ വരും, ഇപ്പോൾ പ്രേതം വരും എന്ന് കാത്തിരുന്ന് ലാസ്റ്റ് സിനിമ തീർന്ന് ഒരു ഹൊറർ എലമെന്റ് പോലും ഈ സിനിമയിൽ എവിടെ എനിക്ക് വർക്കായില്ല. ഹൊറർ എലമെന്റ് എന്ന് ഇവർ കാണിക്കുന്ന ഓരോ സാധനങ്ങളും ഭയങ്കര പ്രഡിക്റ്റബിൾ. ഈച്ച് ആൻഡ് എവറി ഷോട്ട് അവർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണം, എങ്ങനെയാണ് ആ ജംപ് സ്കെയർ കൊണ്ട് പ്ലേസ് ചെയ്യണം, എവിടെ നിന്ന് വരും, എങ്ങനെ വരും, ഏത് ആംഗിൾ, ഈച്ച് ആൻഡ് എവറിത്തിങ് ആ ഒരു ജംപ് സ്കെയറിൽ വരുന്നത് ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. ഈ ഒരു സിനിമയിലുള്ള മിക്ക ജംപ് സ്കെയർസും അമ്മാതിരി പ്രഡിക്റ്റബിൾ ആണ്. സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ ഒരു ഹൊറർ എലമെന്റ് ഉണ്ട്. എന്റെ പൊന്നുമോനെ, അതും കൂടി ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ പക്ക മെഗാ സീരിയൽ തന്നെ. ഒരു 3-4 മണിക്കൂർ എന്തോ തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം സിനിമ അങ്ങ് വലിച്ചു നീട്ടി റബ്ബർ ബാൻഡ് പോലെ അങ്ങ് പോവാണ്. ഞാനിങ്ങനെ സിനിമ കണ്ടു തുടങ്ങിയിട്ട് ഞാൻ ഇപ്പം വരും, ഇപ്പോൾ ഒരു എൻഗേജിങ് എലമെന്റ് വരും, ഇപ്പോൾ ഹൊറർ വരും, ഇപ്പോൾ നമ്മളെ പേടിപ്പെടുത്തും, കോൺജറിങ് ആണ്, ആ ലെവലിലോട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ഇരുന്ന് ലാസ്റ്റ് ഇന്റർവെല്ലായി. ഇന്റർവെല്ലാകുമ്പോൾ ഞാൻ വിചാരിച്ചോ ഇനിയാണ് മോനെ കത്താൻ പോകുന്നത്, ഇനി അടുത്ത കത്തിക്കൽ സീനായിരിക്കും, സിനിമയുടെ അവസാനം വരെ കത്തിച്ചങ്ങ് പോകും, ആ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പം സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല. എടാ, വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ഫ്രാഞ്ചൈസി അല്ലേ നിങ്ങൾ? ഫസ്റ്റ് കോൺജറിങ് ജെയിംസ് വാനൊക്കെ ചെയ്ത മൂവി എന്ന് പറയുന്നത് പീക്ക് നിൽക്കുന്ന ഐറ്റമാണ്. അതിന് ശേഷം വന്ന മൂവി ആണെങ്കിൽ കുഴപ്പമില്ല. അനബെല്ല ഫസ്റ്റ് ആയാലും നണ്ണായാലും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ഇതിന് തൊട്ടുമുമ്പുള്ള ഒരു ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ് ഉണ്ടല്ലോ, അത് തന്നെ വൻ ഷോവായിരുന്നു. പിന്നീട് ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ്, പിന്നെ ഇതിന്റെ ട്രെയിലറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ട്രെയിലർ കട്ട്സും ഇവർ ആ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ പറയുന്നത്, ഇതിനുശേഷം ഇവർ കേസൊന്നും എടുത്തിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു പീക്കിലോട്ട് പോയി നിന്ന് എന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ ലാസ്റ്റ് പടം വേറെ ലെവലായിരിക്കും. ഒരു സീനെങ്കിൽ അല്ലെങ്കിൽ ഒരു ജംപ് സ്കെയർ കണ്ടിട്ടൊന്നും ഞെട്ടണ്ടേ എവിടെ നിന്ന്? ആ ഒരു ഫ്രാഞ്ചൈസിലുള്ള എല്ലാവരും വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനൊരു കാര്യം പറയാം, ഈ ഒരു സിനിമയിൽ നിങ്ങൾ ഒരുപാട് പ്രേതനെ കൊണ്ടുവരുന്നുണ്ട്, ഫൈൻ, ഇരിക്കട്ടെ. അവരെ കൊണ്ട് ഒരു കഴിവില്ലാത്ത പ്രേതമാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് അനബെല്ലെ കൊണ്ടുവന്നത്? അനബെല്ല എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡോളിനെ കാണുമ്പോഴും, അല്ലെങ്കിൽ ആ ഒരു ഡോളിന്റെ കഥ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ലെവൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ റീസെന്റ് തന്നെ പല ന്യൂസ് നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെ നമ്മളെ മനസ്സിൽ ആ ഒരു ഡോൾ എന്താണ്, ആ അനബെല്ല എന്താണെന്ന് അറിയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറെ കൊണ്ടുവന്ന് ഒരുമാതിരി കളിയാക്കി കോമാളിയാക്കി വിട്ടിട്ടുണ്ട്. ഇതിൽ ചിരി വരുന്ന അനബെല്ലിനെ കണ്ടപ്പോൾ ഒരു പോയിന്റിൽ, ഞാനത് ഏതാണെന്ന് പറയുന്നില്ല, കണ്ടുനോക്കും നിങ്ങൾ. എന്നെ സംബന്ധിച്ചോളം വൺ ഓഫ് ദ വേർസ്റ്റ് മൂവി, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും ശോക മൂവി. ലാസ്റ്റ് എന്തൊക്കെയോ ഒരു ഹൊററിന്റെ പേരിൽ കാണിക്കുന്നുണ്ട്, അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ പക്കാ കുടുംബ സീരിയൽ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തൊക്കെയോ ഒരു പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ വരും, ഇപ്പൊ സെറ്റാവും, ഇപ്പൊ എൻഗേജിങ് ആവും, ഇപ്പൊ വേറെ ലെവലിൽ പോകും, അവിടെ ആള് വരും, ഇവിടെ ആള് വരും, ഇന്ന ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് സിനിമ അങ്ങ് തീർന്നു. ഇതിന് തൊട്ടുമ്പോ ഈ ഒരു ഫ്രാഞ്ചൈസിലുള്ള മൂവീസ് എങ്കിലും ഒന്ന് കണ്ടിട്ട് ഈ ഒരു മൂവി ചെയ്യാൻ പോയിക്കൂടെ ആയിരുന്നോ? ഏതെങ്കിലും ഒരു സീൻ കോപ്പി അടിച്ചെങ്കിലും കൊണ്ടുപോയി, ഓക്കെ, ഒന്ന് പേടിക്കാൻ രീതിയിൽ, ഒന്ന് ഞെട്ടാന്ന രീതിയിൽ. എവിടെ നിന്ന് ആര് ഞെട്ടാൻ, ആര് പേടിക്കാൻ? ഇതിലെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് കാണണം. അടുത്തവന്റെ പ്രേതം വന്നോ, അല്ലെങ്കിൽ അവിടുത്തെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നു, ഇന്ന ആള് ബാക്കി നിൽക്കുകയാണ്, അപ്പൊ അവരുടെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി എങ്ങനെയാന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, നമുക്കൊരു ഇമോഷണലി കണക്ഷൻ, അല്ലെങ്കിൽ കാണുമ്പോൾ ഓക്കെ ഞങ്ങൾക്കും ആ ഒരു ഫീൽ എവിടെ ഇല്ല സിനിമയിൽ. ഈ ഒരു എഡ്മണ്ട് ആൻഡ് ലോറൻ അവർ എന്തുകൊണ്ട് ഈ ഒരു ആക്ടിവിറ്റി നിർത്തി, പിന്നീട് അവർ ഈ ഒരു കേസിനേഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. സിനിമയിൽ ഒരു 2 റീസൺ പറഞ്ഞു പോകുന്നുണ്ട്. അതിൽ ഒരു റീസൺ ആണ് സിനിമയുടെ മെയിൻ സ്റ്റോറി. അതിന് വളരെ ഷോക്കായിട്ട്, അതായത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിക്കാണ് ഇത് കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് വേറെ ലീഗിലോട്ട് പോകും. പല ക്യാരക്ടേഴ്സിനെയും പല ഇവന്റ്സ് ഒക്കെ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് വേറെ രീതിക്കാണ്, നമ്മൾ പ്രതീക്ഷ പോലെ ഐറ്റം ആയിരിക്കത്തില്ല.
പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഞാൻ ടൈം ട്രാവൽ അല്ല ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ക്യാരക്ടറിന്റെ ലൈക് പാസ്റ്റ് പ്രസന്റ് അങ്ങനെയൊക്കെ കാണിച്ച് സിനിമ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഒരു പോക്കെന്ന് പറഞ്ഞാൽ എങ്ങോട്ടൊക്കെ പോകുന്നു, എന്തൊക്കെയോ ഇവർ കാണിക്കുന്നു. ഒരു സമയം കഴിയുമ്പോൾ ഒരു ഹൊറർ മൂവിയാണെന്നുള്ള ഡയറക്ടറിന് മറന്നുപോയി. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എഡ്വൻ ലോറൻ എന്ന 2 ആൾക്കാരുള്ളത് കാര്യം ഇവർ മറന്നുപോയി. അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ പ്രേതങ്ങളുണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറന്നുപോയി. ലാസ്റ്റ് എല്ലാവർക്കും ഓർമ്മ വരുമ്പോൾ എല്ലാവരും കൂടി ഒറ്റ സീനിലങ്ങ് കൊണ്ടുവരും, പ്രേതത്തിനെയും എഡ്വൻ ലോറനെയും കുടുംബത്തിനെയും എല്ലാത്തിനെയും. ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നാണെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിക്ക് ഇങ്ങനെ സിനിമ കൊണ്ടുപോയിരിക്കുന്നത് നല്ല വിഷമമുണ്ട്. കാരണം ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രാഞ്ചൈസിയാണ് എൻ്റെ. ഹൊറർ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താ, കോൺജറിങ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് പാർട്ട് ഇന്നും അതിലെ ഓരോ സീനും ഞാൻ എടുത്തു പറയാം. അമ്മാതിരി ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ആ ഒരു അലമാരിയില്ല, അതിന്റെ മേളിൽ ഒരാളിരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പാർട്ടില് ഞെട്ടിയും കയ്യും കണക്കൂല അന്തകാലത്ത്. ക്ലൈമാക്സ് ഒക്കെ ഇപ്പൊ കണ്ടാലും നെഞ്ചിന്റെ അകത്തൊരു ഭയം തോന്നും. ആ രീതിക്കാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ 1% ഒന്നും വേണ്ട, 0.5% ഈ ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യായിരുന്നു. ഒന്നും എവിടെ എനിക്ക് ഫീൽ ആയില്ല. ഐമാക്സ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു എക്സ്പീരിയൻസ് വെറുത്തില്ല. അതായത് തിയേറ്ററിന്റെ അകത്തുള്ള ആ ഒരു ആംബിയൻസും സൗണ്ടും ഓഡിയൻസ് രീതിയിൽ വെറുത്ത്. കാരണം അത് വേറൊരു കാര്യം, അത് ഞാൻ എടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിക്കും. കാരണം ഒരു ഹൊറർ മൂവിയാണ്, ഓഫ്കോഴ്സ് നമുക്കറിയാം ആൾക്കാർ പല സൗണ്ടും ശബ്ദമൊക്കെ ഉണ്ടാക്കും, ഓക്കെ, അത് എല്ലാ ഹൊറർ മൂവ്സിലുള്ളതാണ്. ഇത് ഫോൺ എടുത്ത് വിളിക്കുന്നു, ഫോൺ സംസാരിക്കുന്നു, അടുത്തിരുന്ന് ഫോൺ യൂസ് ചെയ്യണം, അത് ഫുൾ ബ്രൈറ്റ്നസ് ഒക്കെ ഇട്ട് എൻ്റെ കണ്ണിലൊക്കെ അടിച്ചു കയറുന്നു ഫോണിൽ ബ്രൈറ്റ്നസ് ഒക്കെ. ഒരു പ്രാവശ്യം പറയാം, 2 പ്രാവശ്യം പറയാം, ഓക്കെ, എത്ര പ്രാവശ്യം എന്ന് പറയാം. ലാസ്റ്റ് നമ്മൾ തന്നെ മടുത്തു. സിനിമ കണ്ടോണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വീട്ടിൽ വിളിച്ച് എന്തൊക്കെയുണ്ട്, എവിടെയാണ് ആൾക്കാർ എന്നൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെയായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. എല്ലാം കൊണ്ടൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഒരു മൂവി ഐമാക്സിൽ മറ്റേ ഫുൾ സ്ക്രീൻ ഒന്നുമല്ല, ആ ഒരു സിനിമാറ്റിക് സ്കോപ്പ് തന്നെയാണ്. കുറച്ച് സീക്വൻസ് മാത്രം വരുമ്പോൾ ഫുൾ സ്കോപ്പിലോട്ട് പോകുന്നുണ്ട്. അത് മറ്റേ ഹൊറർ എലമെന്റ്സ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് വരുമ്പോൾ ഫുൾ സ്ക്രീനാണ്, ബാക്കിയെല്ലാം നോർമൽ ആ ഒരു ബ്ലാക്ക് ബാർ വന്നാണ് പോകുന്നത്. ആൻഡ് ഇതിന്റെ സൗണ്ട് എഫക്ട് കുറച്ച് നൈസ് ആയിരുന്നു. ഹൊറർ എലമെന്റ് ആ വിഷ്വലി ഒന്നും ഇല്ലെങ്കിലും ചില സൗണ്ട്, ചില സീക്വൻസിനെ ബിൽഡ് ചെയ്ത് വരുന്ന കുറച്ച് സൗണ്ട് എഫക്ട്സ് ഉണ്ട്, കുറച്ച് അത് അടിപൊളിയായിരുന്നു, കേൾക്കാൻ നല്ല രസമായിരുന്നു ഐമാക്സിൽ. എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒരു ഐമാക്സിൽ ഹൊറർ മൂവി കാണണം എന്നുള്ള കാര്യം. അപ്പം ഈ ഒരു മൂവി റിലീസ് ആകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം ഇത് ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യണം, ഒരു ഫ്രാഞ്ചൈസി ലാസ്റ്റ് മൂവിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് എന്ത് പറയാം, നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഫ്രാഞ്ചൈസിയിലെ ലാസ്റ്റ് മൂവി, അഫ്കോഴ്സ് ലാസ്റ്റ് മൂവിയാണ്, ആ ഒരു ഫ്രാഞ്ചൈസി ഒരു അടിപൊളി ഫെയർവെൽ കൊടുക്കുന്നതാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺജറിങ് യൂണിവേഴ്സിലെ ഏറ്റവും വേസ്റ്റ് മൂവി എന്നല്ല, കോൺജറിങ് യൂണിവേഴ്സിനെ തന്നെ ഇല്ലാതാക്കിയ രീതിക്കാണ് ഈ ഒരു മൂവി അവർ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അല്ലാതെ എല്ലാവരും കണ്ട ഇങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ എടുത്ത് പറയുന്നത്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ ഇപ്പോഴും കോൺജറിങ് 1 അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും ഒന്നുമല്ല, സിനിമയിൽ ഒന്നുമില്ല, സ്റ്റാർട്ടിംഗ് ഒരു എൻഡ് ഒന്നുമില്ല. ഇപ്പൊ വരും പല സീക്വൻസ് ഒക്കെ ഭയങ്കര ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ഒരു സ്ഥലത്ത് ഒന്നുമില്ല സിനിമയിൽ. ലാസ്റ്റ് കുറച്ച് എന്ത് പറയാ, എഡ്വിൻ ലോറൻ ലാസ്റ്റ് കേസാണ്, ഇതിനുശേഷം എന്ത് പറ്റി, അവരുടെ കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈക്ക് സ്ഥിരം ടെംപ്ലേറ്റ് ആ സ്റ്റൈൽ ഫോട്ടോസ് ഒക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നൈസ്, കൊള്ളാം, ഒരു ഫെയർവെൽ മെറ്റീരിയൽ ആണ്. എന്നെ സംബന്ധിച്ചോളം ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് കോൺജറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സോ എന്തായാലും നിങ്ങൾ പോയി കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.